എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഹലോ ഗ്രോവറിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് പ്ലാന്റ് ഗ്രോത്ത് ഹോർമോൺസിനെ പറ്റിയാണ്. നമുക്കറിയാം, മനുഷ്യ ശരീരത്തിലുള്ള ഹോർമോണുകൾ പോലെ തന്നെ സസ്യങ്ങളിലും ചില ഹോർമോണുകളുണ്ട്. ഇത് വളരെ ചെറിയ അളവിൽ ചെടികൾ ഉൽപ്പാദിപ്പിക്കുകയും ഇത് ചെടികളുടെ വിവിധ തരങ്ങളായിട്ടുള്ള വളർച്ചകളെ സഹായിക്കുന്നതായിട്ടുള്ള പദാർത്ഥങ്ങളാണ്. ഈ പ്രധാനമായിട്ടും പ്ലാന്റ് ഗ്രോത്ത് ഹോർമോൺസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെടികളുടെ പൂർണ്ണമായിട്ടുള്ള വളർച്ച, അതുപോലെ കോശങ്ങളുടെ വളർച്ച, കോശങ്ങളുടെ വിഭജനം, ചെടികളെ സ്ട്രെസ്സിൽ നിന്ന് സംരക്ഷിക്കുക, അതുപോലെ ചെടികളിലുണ്ടാകുന്ന കായ്കൾ പഴുക്കുവാൻ സഹായിക്കുക മുതലായ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പ്ലാന്റ് ഗ്രോത്ത് ഹോർമോൺസ് ചെയ്യുന്നത്. ഏതൊക്കെയാണ് ചെടികളിലെ പ്രധാന ഗ്രോത്ത് ഹോർമോൺസ് എന്ന് നമുക്ക് നോക്കാം. പ്രധാനമായിട്ടുമുള്ള ഗ്രോത്ത് ഹോർമോൺസ് എന്ന് പറയുന്നത് ഓക്സിൻ, സൈറ്റോകൈനിൻ, ജിബെർലിൻ, അബ്സിസിക് ആസിഡ്, അതുപോലെ എത്തിലിൻ എന്നിവയാണ്. ഈ മറ്റ് പ്ലാന്റ് ഗ്രോത്ത് ഹോർമോൺസിനെ വെച്ച് നോക്കുമ്പോൾ എത്തിലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു ഗ്യാസ് ആണ്. ഗേഷ്യസ് ഫോമിലാണ് എത്തിലിൻ ചെടികളിൽ പ്രസന്റ് ആയിട്ടുള്ളത്. ആദ്യം നമുക്ക് ഗ്രോത്ത് ഹോർമോൺ ആയിട്ടുള്ള ഓക്സിനെ പറ്റി നോക്കാം. ഓക്സിന്റെ പ്രധാന ദൗത്യം എന്ന് പറയുന്നത് സെല്ലുകളുടെ വളർച്ച, അതായത് കോശങ്ങളുടെ വളർച്ചയും അതുപോലെ തന്നെ വേരിന്റെ വളർച്ചയും, ഇത് രണ്ടുമാണ് ഓക്സിനെ സംബന്ധിച്ചുള്ള പ്രധാന ജോലി എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ ചെടികളെ ശ്രദ്ധിക്കുകയാണെങ്കിൽ മനസ്സിലാകും, നമ്മുടെ ചെടികളൊക്കെ വളരുന്ന സമയത്ത് സൂര്യപ്രകാശം എവിടെയാണോ ലഭിക്കുന്നത് ആ വശത്തേക്ക് ചെടികൾ ചായുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരിക്കും. ഇത് ഓക്സിൻ്റെ പ്രവർത്തന ഫലമായിട്ട് ഉണ്ടാകുന്ന ഒരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ ഒരു ചെടി നിലത്ത് മറിഞ്ഞു കിടക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് സൂര്യപ്രകാശത്തിനനുസരിച്ച് മുകളിലേക്ക് വളരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതും ഓക്സിൻ്റെ പ്രവർത്തന ഫലമായിട്ട് ഉണ്ടാകുന്നതാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഈ കുരുമുളക് തൈകളൊക്കെ നടുന്ന സമയത്ത് പെട്ടെന്ന് വേര് പിടിക്കാൻ വേണ്ടി നമ്മൾ കടകളിൽ നിന്ന് ഒരു റൂട്ടിംഗ് ഹോർമോൺ വാങ്ങാറുണ്ട്. ഈ റൂട്ടിംഗ് ഹോർമോൺ എന്ന് പറയുന്നത് ഇൻഡോൾ അസറ്റിക് ആസിഡാണ്. ഈ ഇൻഡോൾ അസറ്റിക് ആസിഡ് എന്ന് പറയുന്നത് നമുക്ക് ലഭ്യമായിട്ടുള്ള ഓക്സിൻ്റെ സിന്തറ്റിക് ഫോമാണ്. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഹോർമോൺ എന്ന് പറയുന്നത് ജിബെർലിൻസ് ആണ്. ജിബെർലിൻസിൻ്റെ സിന്തറ്റിക് ആയിട്ടുള്ള ഫോമിനെ നമ്മൾ ജിബെർലിക് ആസിഡ് അല്ലെങ്കിൽ GA3 എന്നൊക്കെ വിളിക്കും. ഇത് നമുക്ക് ധാരാളമായിട്ട് കടകളിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ഹോർമോണാണ്. ഇതിൻ്റെ ഏറ്റവും പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ചെടികളുടെ വളർച്ചയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഹോർമോണാണ്. നമുക്കറിയാം, ചില തോട്ടങ്ങളിലൊക്കെ പോകുമ്പോൾ ഏലച്ചെടികളൊക്കെ വളരെ പൊക്കം വെച്ച് ഇരിക്കുന്ന ഒരു സാഹചര്യം കാണാറുണ്ട്. അതുപോലെ തന്നെ ശരത്തിനെല്ലാം വളരെ നീളമുള്ള ഒരു സാഹചര്യം, കൊത്തുകളൊക്കെ അകന്ന് നീളമുള്ള സാഹചര്യം, ഇത് ജിബെർലിൻ്റെ ഉപയോഗം മൂലം ഉണ്ടാകുന്നതാണ്. അതുപോലെ ജിബെർലിനെ സംബന്ധിച്ച് പറയുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഏലക്കായൊക്കെ നീളം കൂടിയ ഏലക്ക, ഇത് കോശങ്ങളുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഒരു ഹോർമോൺ ആയതുകൊണ്ട് തന്നെ ഏലക്കായൊക്കെ നീളം കൂടിയ രൂപത്തിൽ നമുക്ക് ലഭ്യമാകുവാൻ ജിബെർലിൻ സഹായിക്കും. അടുത്ത പ്രധാനപ്പെട്ട ഗ്രോത്ത് ഹോർമോണാണ് സൈറ്റോകൈനിൻ എന്ന് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ സംശയം ചോദിക്കുകയുണ്ടായി, എന്താണ് ഈ സൈറ്റോകൈനും ജിബെർലിനും തമ്മിലുള്ള വ്യത്യാസമെന്ന് പറയുന്നത്. അതായത് സൈറ്റോകൈൻ എന്ന് പറയുന്നത് കോശങ്ങളുടെ വിഭജനത്തിന് സഹായിക്കുന്ന ഫൈറ്റോ ഹോർമോണാണ്. എന്നാൽ ജിബെർലിൻ എന്ന് പറയുന്നത് കോശങ്ങളുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഫൈറ്റോ ഹോർമോണാണ്. ഇതാണ് പ്രധാനമായിട്ടും നമ്മുടെ സൈറ്റോകൈനും ജിബെർലിനും തമ്മിലുള്ള വ്യത്യാസം. നമുക്കൊരു ഏലച്ചെടിയുടെ ഉദാഹരണം എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഏലച്ചെടിയിൽ കൊത്തുകൾ അടുത്തടുത്ത് വരുവാനും അതുപോലെ തന്നെ കൊത്തുകളിൽ നിറയെ കാ പിടിക്കുന്ന ഒരു സാഹചര്യം കാണുകയാണ് എന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും ഉപകാരപ്പെടുന്നത് സൈറ്റോകൈനാണ്. എന്നാൽ കൊത്തുകളുടെ അകലം കൂടുകയും ചെടിക്ക് പൊക്കമുള്ള രീതിയിൽ ചെടികൾ നിൽക്കുകയും നീണ്ട കായ്കൾ ഉണ്ടാകുകയും ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അത് ജിബെർലിൻ്റെ പ്രവർത്തന ഫലമായിട്ട് ഉണ്ടാകുന്നതാണ്. ഈ ഉദാഹരണം നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നതിന് വേണ്ടി മാത്രം പറഞ്ഞതാണ്. സിന്തറ്റിക് ആയിട്ട് നമുക്ക് സൈറ്റോകൈനിൻ ലഭ്യമാകുന്നത് ബെൻസൈൽ അമിനോ പ്യൂരിൻ എന്ന ഫോമിലാണ്. ഇതാണ് നമുക്ക് കടകളിൽ ലഭിക്കുന്നത്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ സംസാരിച്ചത് ചെടികളുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഗ്രോത്ത് ഹോർമോൺസിനെ പറ്റിയാണ്. എന്നാൽ ചെടികളെ സ്ട്രെസ്സിൽ നിന്ന് സംരക്ഷിക്കുവാനും അതുപോലെ തന്നെ ചെടികളുടെ വളർച്ച കുറയ്ക്കുവാനും സഹായിക്കുന്ന ചില ഗ്രോത്ത് ഹോർമോൺസ് ആണ്. അതിൽ ഉദാഹരണമാണ് അബ്സിസിക് ആസിഡ് എന്ന് പറയുന്നത്. ഈ അബ്സിസിക് ആസിഡിന്റെ പ്രധാന ധർമ്മം എന്ന് പറയുന്നത് നമുക്ക് ജലലഭ്യതയൊക്കെ കുറയുന്ന സമയത്ത് സ്റ്റൊമാറ്റയിൽ കൂടിയുള്ള ജലത്തിന്റെ ഒഴുക്ക് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ വിത്തുകളൊക്കെ നമ്മൾ സൂക്ഷിച്ചു വെക്കുന്ന സമയത്ത് ഇത് മുളച്ചു പോകാതെ അതിനൊരു ഡോർമൻസി ഉണ്ടാക്കി അത് മുളച്ചു പോകാതെ
ദീർഘകാലം സൂക്ഷിക്കുന്നതിന് നമ്മളെ സഹായിക്കുന്നത് ഈ അബ്സിസിക് ആസിഡാണ്. അടുത്തത് ഗേഷ്യസ് ഫോമിലുള്ള ഒരു പ്ലാന്റ് ഗ്രോത്ത് ഹോർമോണാണ് എത്തിലിൻ. ഈ എത്തിലിൻ ചെടികളിൽ കായ്കൾ ഉണ്ടാകുമ്പോൾ ഈ കായ്കൾ പഴുക്കുന്നതിന് ചെടികളെ സഹായിക്കുന്നത് ഈ ഗേഷ്യസ് ഫോമിലുള്ള എത്തിലിനാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ പഴക്കുലകളൊക്കെ വെട്ടിവെക്കുമ്പോൾ ഇത് പുകയ്ക്കുന്നത്. ഇങ്ങനെ പുകയ്ക്കുന്നത് ആർട്ടിഫിഷ്യലായിട്ട് ഈ എത്തിലിൻ പഴങ്ങളിലേക്ക് എത്തുകയും പഴങ്ങളെ പഴുക്കുവാൻ സഹായിക്കുകയും ചെയ്യും. ഇനി നമുക്ക് ഈ ഹോർമോൺസ് സിന്തറ്റിക് ആയിട്ട് എങ്ങനെയാണ് മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കുന്നത് എന്ന് നോക്കാം. ആദ്യത്തേത് എന്ന് പറയുന്നത് ഓക്സിൻ ആണ്. ഓക്സിൻ സാധാരണ രീതിയിൽ നമുക്ക് ലഭ്യമായിരിക്കുന്നത് ആൽഫ നാഫ്തലിൻ അസറ്റിക് ആസിഡ് എന്ന ഫോമിലും അതുപോലെ തന്നെ IBA ഇൻഡോൾ 3-ബ്യൂട്ടാറിക് ആസിഡ് എന്ന ഫോമിലുമാണ് നമുക്ക് ഓക്സിൻ ലഭ്യമാകുന്നത്. ജിബെർലിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ജിബെർലിക് ആസിഡ് നമുക്ക് കോമൺ ആയിട്ട് മാർക്കറ്റിൽ ലഭ്യമായിട്ടുള്ള ഓക്സിൻ്റെ സിന്തറ്റിക് ഫോമാണ് ജിബെർലിക് ആസിഡ് എന്ന് പറയുന്നത്. സൈറ്റോകൈനിനെ സംബന്ധിച്ച് സൈറ്റോകൈനിൻ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫോം എന്ന് പറയുന്നത് CPPU അല്ലെന്നുണ്ടെങ്കിൽ 6-ബെൻസൈൽ അമിനോപ്യൂരിൻ. ഈ രണ്ട് ഫോമുകളിലാണ് നമുക്ക് സൈറ്റോകൈനിൻ മാർക്കറ്റിൽ നിന്ന് ലഭ്യമാകുക. ഈ പഴങ്ങളെ പഴുപ്പിക്കാൻ ഉപയോഗിക്കുന്ന എത്തിലിൻ നമുക്ക് മാർക്കറ്റിൽ ലഭ്യമായിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എറ്റഫോൺ എന്നുള്ള ഒരു സിന്തറ്റിക് ഹോർമോണിൻ്റെ രൂപത്തിലാണ് നമുക്ക് മാർക്കറ്റിൽ നിന്ന് ലഭ്യമാകുന്നത്. പിന്നെ നമ്മുടെ ഗ്രോത്ത് ഇൻഹിബിറ്റേഴ്സ് ആയിട്ട് നമ്മൾ ചില പ്ലാന്റ് ഹോർമോൺസ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതിന് ഉദാഹരണമാണ് ക്ലോർമെപ്പിക്കറ്റ് ക്ലോറൈഡ് എന്ന് പറയുന്നത്. അത് നമ്മൾ സാധാരണ രീതിയിലൊക്കെ ഏലകൃഷികളിലെല്ലാം ഉപയോഗിക്കുന്ന ഒരു ഗ്രോത്ത് ഇൻഹിബിറ്ററാണ്. നമുക്കപ്പോൾ ഈ ഹോർമോണുകളുടെ ഒരു പ്രധാന ഗുണം നമുക്ക് നോക്കാം. സാധാരണ രീതിയിൽ ഹോർമോണുകൾ ഉപയോഗിച്ച് നമുക്ക് കൂടുതൽ പൂ വിരിയുന്നതിനും കാകൾക്ക് നീളവും വലുപ്പവും ലഭിക്കുന്നതിനും അതുപോലെ തന്നെ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന പഴങ്ങളെല്ലാം കൃത്യമായിട്ട് പഴുക്കുന്നതിനും അതുപോലെ ചെടികൾക്ക് അധികം പൊക്കം വെക്കാതെ കൺട്രോൾ ചെയ്യുന്നതിനുമെല്ലാം നമുക്ക് ഈ ഗ്രോത്ത് ഹോർമോൺസ് നമുക്ക് ഉപയോഗിക്കുവാൻ സാധിക്കും. അതുപോലെ കൂടുതൽ വേരുകൾ പിടിപ്പിക്കുന്നതിനും പിന്നെ ചെടികളെ സ്ട്രെസ്സിൽ നിന്ന് സംരക്ഷിക്കുന്നതിനും എല്ലാം നമുക്ക് ഗ്രോത്ത് ഹോർമോൺസ് പ്രയോജനപ്രദമാണ്. നമ്മൾ ഈ പറഞ്ഞ ഹോർമോണുകളെല്ലാം ചെടിയെ സംബന്ധിച്ച് വളരെ ചെറിയ അളവിൽ മാത്രം ആവശ്യമായിട്ടുള്ള വസ്തുക്കളാണ്. വളം നൽകുന്നത് പോലെയോ വെള്ളം നൽകുന്നത് പോലെയോ ഒന്നും വളരെ അധികമായിട്ടൊന്നും ചെടികൾക്ക് നൽകേണ്ടതായിട്ടില്ല. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഹോർമോൺസ് അമിതമായിട്ട് ഉപയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ചെടികളുടെ വളർച്ചയെ നെഗറ്റീവായിട്ട് തന്നെ ബാധിക്കും. ഉദാഹരണം പറയുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അമിതമായിട്ട് ഒരു ഗ്രോത്ത് ഹോർമോൺ ചെടിക്ക് കൊടുക്കുന്ന സമയത്ത് ചെടികൾ ഇതിൻ്റെ ഉൽപ്പാദനം കുറയ്ക്കും. സാധാരണ രീതിയിൽ നമ്മളെ ഒരാൾ സഹായിക്കുവാനുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ നമ്മുടെ പണികൾ കുറയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ ചെടികൾ തന്നെ ഈ ഗ്രോത്ത് ഹോർമോണിൻ്റെ ഉൽപ്പാദനം കുറയ്ക്കുകയും അത് ചെടികളെ നെഗറ്റീവായിട്ട് ബാധിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഇത് അമിതമായിട്ട് ചെന്ന് കഴിയുമ്പം ഇത് ചെടികൾക്ക് വളർച്ച അമിതമാകുകയും അത് നമ്മുടെ കായ്ഫലത്തെ കുറയ്ക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാക്കും. പിന്നീടുള്ള ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഗ്രോത്ത് ഹോർമോൺസ് ഉപയോഗിച്ച് കൃഷി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആദ്യ സമയങ്ങളിലെല്ലാം നമുക്ക് മികച്ച വിളവ് ലഭിക്കുമെങ്കിലും കാലാകാലങ്ങൾ കഴിയും തോറും നമ്മുടെ ചെടിയുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ആൾട്ടർനേറ്റീവായിട്ട് ചെയ്യാൻ സാധിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെറിയ അളവിൽ ഗ്രോത്ത് ഹോർമോൺസ് അടങ്ങിയിട്ടുള്ള ഒരു പദാർത്ഥമാണ് ഈ സീവീഡ് എക്സ്ട്രാക്ട് എന്ന് പറയുന്നത്. അപ്പോൾ സീവീഡ് എക്സ്ട്രാക്ട് പോലുള്ള ബയോസ്റ്റിമുലൻസ് ഇത് നാച്ചുറലായിട്ട് ഉണ്ടാകുന്നതാണ്. അങ്ങനെ നാച്ചുറലായിട്ടുള്ള ബയോസ്റ്റിമുലൻസ് നമ്മൾ അധികമായിട്ട് നൽകുന്നത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, അതായത് സിന്തറ്റിക് ഹോർമോണുകൾ അമിതമായി കൊടുക്കുന്നത് മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ കുറയ്ക്കുന്നതിന് നമ്മളെ സഹായിക്കുകയും നമ്മുടെ ഈൽഡ് കുറയാതിരിക്കുവാൻ ഉപകരിക്കുകയും ചെയ്യുന്നതാണ്. അതുപോലെ ഈ ഗ്രോത്ത് ഹോർമോൺസ് നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന സമയത്ത് ഇതിൽ അതിൻ്റെ ഒരു കോൺസെൻട്രേഷൻ എഴുതിയിട്ടുണ്ടായിരിക്കും. ഈ കോൺസെൻട്രേഷൻ അനുസരിച്ചിട്ട് ഇത് നമ്മൾ ചെടികൾക്ക് നൽകേണ്ട അളവിലും വ്യത്യാസമായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഏത് അളവിൽ ഏതൊക്കെ ഹോർമോൺസ് എങ്ങനെ നൽകണമെന്നുള്ളതിനെ പറ്റി പരാമർശിക്കുന്നില്ല. ഏതെങ്കിലും ഹോർമോണുകളെ പറ്റി സംശയമുണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ചുവടെ നൽകാം. നിങ്ങൾ വിളിച്ച് ചോദിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ അതിൻ്റെ ഡോസും മറ്റു കാര്യങ്ങളുമൊക്കെ കൃത്യമായി പറഞ്ഞു തരുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ കൃഷി സംബന്ധമായിട്ടുള്ള വീഡിയോകൾ കാണുന്നതിന് വേണ്ടി ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.